ഹായ്, ഇന്നത്തെ നമ്മുടെ പരീക്ഷണം ബൗൺസിങ് എഗ്. ഈ പരീക്ഷണത്തിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു മുട്ട, കുറച്ച് വിനാഗിരി, ഒരു ബൗൾ. നമുക്ക് പരീക്ഷണം തുടങ്ങാം. ആദ്യമായി നമ്മൾ ബൗളിൽ മുട്ട വയ്ക്കുന്നു. ഇതിലേക്ക് നമ്മൾ വിനാഗിരി നിറയ്ക്കുന്നു. ഇപ്പോൾ വിനാഗിരിയിൽ ഈ മുട്ട മുഴുവനും മുങ്ങിക്കിടക്കുകയാണ്. ഇനി നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ വയ്ക്കുന്നു. 24 മണിക്കൂറാണ് നമ്മൾ ഇങ്ങനെ മുട്ടയെ വിനാഗിരിയിൽ മുക്കി വയ്ക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഞാനൊരു മുട്ട 24 മണിക്കൂർ വിനാഗിരിയിൽ മുൻപേ ഇട്ട് വെച്ചിരുന്നു. ഇത് നോക്കൂ, ഒരു ദിവസത്തിന് ശേഷം മുട്ടയിൽ വന്ന മാറ്റം നമുക്ക് നോക്കാം. നമുക്കിത് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാനായി നമുക്കൊരു ബൗൾ ആവശ്യമാണ്. നമ്മൾ പതുക്കെ മുട്ടയെ വിനാഗിരിയിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുട്ടയുടെ തോട് കുറച്ചു ഭാഗം ഇല്ലാതായിരിക്കുന്നു. നമുക്ക് വെള്ളം ഉപയോഗിച്ചിത് കഴുകി നോക്കാം. മുട്ടയുടെ തോട് നേർത്ത് ഇല്ലാതായിരിക്കുന്നു. മുട്ടയുടെ തോട് നേർത്ത് ഇല്ലാതായിരിക്കുന്നു ചില ഭാഗങ്ങളിൽ. ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നും ഉടഞ്ഞു പോയി. നമുക്ക് ഈ തോടിനെ കാണുമ്പോൾ തന്നെ അറിയാം, തോട് പൂർണ്ണമായും തന്നെ നേർത്തിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? വിനാഗിരി ഒരു ആസിഡാണ്. മുട്ടത്തോട് കാൽസ്യം കാർബണേറ്റുമാണ്. ഈ രണ്ട് കെമിക്കലും കൂടിച്ചേർന്നപ്പോഴുണ്ടായ കെമിക്കൽ റിയാക്ഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ കണ്ട നുര പോലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. നമുക്കിതിലേക്ക് നോക്കിയാൽ പത പോലെ കാണാം. അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത് വിനാഗിരിയും കാൽസ്യം കാർബണേറ്റും ചേർന്നപ്പോഴുണ്ടായ കെമിക്കൽ റിയാക്ഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 24 മണിക്കൂർ വിനാഗിരിയിൽ മുട്ട ഇട്ട് വെച്ചപ്പോഴാണ് നമുക്കിങ്ങനെയുള്ള റിയാക്ഷൻ കാണാൻ കഴിഞ്ഞത്. നിങ്ങൾക്കും ഈ പരീക്ഷണം ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച്. തീർച്ചയായും നിങ്ങളും ചെയ്തു നോക്കണം.